ഇടുക്കി ഈട്ടിത്തോപ്പിൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വൻ കഞ്ചാവ് ശേഖരവുമായി 7 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 8 കിലോ കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത്. ദിവസങ്ങളായ പ്രദേശത്ത് നടത്തിവന്ന നിരീക്ഷണത്തിനൊടുവിലാണ് ഇന്ന് പുലർച്ചെ പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈട്ടിത്തോപ്പ്, മേലേച്ചിന്നാർ, ചെമ്പകപ്പാറ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് സംഘങ്ങളെക്കുറിച്ച് തങ്കമണി പോലീസ് രഹസ്യാന്വേഷണം നടത്തിവരികയായിരുന്നു. പോലീസിന് ലഭിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുലർച്ചെയോടെ ഈട്ടിത്തോപ്പ് കൊച്ചുമറ്റത്തിൽ തോമസിന്റെ വീട് വളഞ്ഞ് പോലീസ് സംഘം പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന 8 കിലോ കഞ്ചാവും അവിടെയുണ്ടായിരുന്ന 7 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തങ്കമണി പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വീട്ടുടമയായ ഈട്ടിത്തോപ്പ് സ്വദേശി തോമസ്, ചെമ്പകപ്പാറ സ്വദേശി ആൽബിൻ, നാങ്കുത്തൊട്ടി സ്വദേശി ജിൻസ്മോൻ മാത്യു, മേലേച്ചിന്നാർ സ്വദേശി വിമൽ റോയ്, കൊച്ചു തോവാള സ്വദേശി ഷിൽട്ടു ഷാജി, തെക്കിൻകാനം സ്വദേശി നോബിൾ എൽദോസ്, തോവാള സ്വദേശി ശരത് ബാബു എന്നിവരാണ് പിടിയിലായത്. തോമസും 7 സുഹൃത്തുക്കൾ ചേർന്ന് ഈ കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നതാണ്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുകയും തോമസിൻ്റെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്നും ഈ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളതുമാണ്. ഏറെ നാളായി ഞങ്ങളിത് നിരീക്ഷിക്കുകയായിരുന്നു. അവിടെ സ്ഥിരം ഇവർ കഞ്ചാവ് വിൽക്കാനായിട്ടും വലിക്കാനായിട്ടും ഒക്കെ അവിടെ കൂടുകയും നാട്ടുകാർക്ക് മുഴുവൻ ശല്യമായ ഒരു അവസ്ഥയിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഏറെ നാളത്തെ നിരീക്ഷണത്തിൻ്റെ ഫലമായി ഇത്തരത്തിലൊരു ഡിറ്റക്ഷൻ നടത്തിയിരിക്കുന്നത്. എറണാകുളം ഭാഗത്തു നിന്ന് എത്തിച്ച കഞ്ചാവാണ് വിവിധയിടങ്ങളിൽ വിൽപ്പന നടത്തി വന്നതെന്ന് പ്രതികൾ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ജില്ലയിലേക്ക് ലഹരി മരുന്നുകൾ എത്തിക്കുന്ന മുഖ്യകണ്ണികളെക്കുറിച്ചും മറ്റെല്ലാ കോണുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, ഇടുക്കി.